പാച്ചിക്ക് എപ്പോഴും ചാക്കോച്ചൻ എങ്ങനെ കണ്ടെത്തി എന്ന് ചോദിക്കുന്നത് തെറ്റാണ്. കാരണം പാച്ചിക്കയുടെ മുമ്പിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടിയാണ് ചാക്കോച്ചൻ. അപ്പോൾ അനിയത്തിപ്രാവിലെ കഥാപാത്രത്തെ ചാക്കോച്ചനെ കണ്ടെഴുതിയതാണോ അതോ എഴുതിയതിന് ശേഷമാണോ? ഒരിക്കലല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ കണ്ടെത്തലല്ല, ഈ ചാക്കോച്ചൻ എൻ്റെ ഭാര്യയുടെ. ഓ ശരി. നേരത്തെ നമ്മൾ അർജുൻ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അല്ലേ? അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടായിരുന്ന സംഭവം, ഏറ്റവും കൂടുതൽ പേടി ഭയന്ന സംഭവമാണ്. അതായത് പിന്നെ ഇങ്ങനെ അനിയത്തിപ്രാവ് എഴുതി ക്യാരക്ടറൊക്കെ ഫോമായി തപ്പി നടക്കുകയാണ്. തപ്പി നടക്കുമ്പം എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ, എൻ്റെ വീട് വെച്ചിട്ട് ഹൗസ് വാമിങ്ങിൻ്റെ ആൽബം എന്തോ എൻ്റെ വൈഫിങ്ങനെ നോക്കിയിട്ട് അപ്പോൾ ചാക്കോച്ചൻ്റെ അപ്പൻ എൻ്റെ ബാല്യകാല സുഹൃത്താണ്, അവരെന്നും കൂടെ വന്നിട്ടുണ്ട്. ചാക്കോച്ചൻ പോരെ ക്ലിങ് ചാക്കോച്ചനായി. ശരി. അപ്പം തന്നെ ഞാൻ വിളിച്ചു. അപ്പോൾ അവിടുത്തെ ഈ ഫൈനൽ ഇയർ ബികോം അല്ലേ? ബികോം ഫൈനൽ ഇയർ. പിന്നെ നമുക്ക് ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ, ഒരു ടെൻഷൻ. അതായത് മൂത്ത മകൻ, 2 പെങ്ങന്മാർ, എനിക്ക് ആദ്യമായിട്ട് ചാൻസ് തന്നത് നവോദയ ആണെങ്കിലും ഞാൻ വർക്ക് പഠിക്കുന്ന ഉദയയിൽ നിന്നാണ്. അച്ചാരാമണി എന്ന് പറഞ്ഞൊരു ഇതിനകത്താണ്. അപ്പോൾ ആ അച്ചാരാമണിയിൽ 10-12 ദിവസം നിന്നിട്ടാണ് ഞാൻ ഡയറക്ഷൻ എന്താണെന്ന് പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതിന് എന്നെ കൊണ്ടുപോയത് ബോബൻ കുഞ്ചാക്കോയാണ്. അപ്പോൾ ബോബൻ കുഞ്ചാക്കോയും മോനെ വിളിച്ചുകൊണ്ട് വന്നിട്ടേ ഇത് എനിക്ക് സത്യത്തിൽ പുറത്തു പറയാൻ നാണക്കേടാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നിന്ന് മോഹൻലാൽ വന്ന് അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പം മോഹൻലാൽ വലിച്ച ചിരിയുമായിട്ട് വാൾപോസ്റ്റ് വേറെ പടത്തിൻ്റെ ഇത് കണ്ടിട്ട് അയ്യോ ഇയാളുടെ ജീവിതം ഞാൻ തകർത്താ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന സത്യമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ ഈ പോസ്റ്റർ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ലാലിൻ്റെ ചിരിയൊക്കെ വല്ലാത്ത ചിരിയാണല്ലോ, കുറേ മുഖക്കുരുവൊക്കെ അയ്യോ ഇയാളുടെ ജീവിതം ഞാൻ തകർത്ത് എന്ന് പറഞ്ഞ് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇതങ്ങനെ തകർക്കാൻ പാടില്ലാത്തൊരു ജീവിതമാണ്. പക്ഷേ എനിക്കായിരുന്നു ടെൻഷൻ, പാച്ചിക്കയുടെ ജീവിതം ഞാൻ തകർക്കും. അല്ല പക്ഷേ പുള്ളി വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആ ദിവസങ്ങൾ കുറച്ചൊരു ഇതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടക്ക് 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 എന്ന് പറഞ്ഞ് കയറി എന്ന് പറഞ്ഞാൽ അസലായിട്ട് കയറി. പക്ഷേ ഇപ്പം ഞാനിപ്പോൾ പല സ്ഥലത്തും പറയുന്ന സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഒക്കെ ഔട്ട്കമ്മിൻ്റെ ഒരു കുഴപ്പമാണത്. നമുക്ക് ഞാൻ സ്വതന്ത്രനായിരുന്നു, അങ്ങനെ ഫ്രീ തിങ്കർ. പ്രിയദർശൻ സ്വതന്ത്രനായിരുന്നു, ഫ്രീ തിങ്കറായിരുന്നു. സിദ്ദീഖ്, അങ്ങനെ ഈ കഴിഞ്ഞ തലമുറയിൽ വന്ന ഒരുപാട് പേര്. മമ്മൂട്ടിയും മോഹൻലാലൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാ. മമ്മൂട്ടിയും മോഹൻലാലും കാത്തു നിൽക്കുകയല്ല എഴുത്തുകാരിങ്ങനെ വരിവരിയായിട്ട് കാത്തു നിൽക്കുക. പാപ്പനംകോട് ലക്ഷ്മൺ മുതൽ MT വാസുദേവൻ നായർ, ടി രാമൻ മാഷ് ഇങ്ങനെ വന്നു, പത്മരാജൻ, ഫാസിൽ, ലോഹിതദാസ്, രഞ്ജി പണിക്കർ. പക്ഷെ ഇപ്പോൾ ആ ജനറേഷൻ വരുന്നില്ല. ആക്ട് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നുണ്ട് ആ ജനറേഷൻ. ഇപ്പോൾ ചാക്കോച്ചനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുന്നത് ചാക്കോച്ചന് പറ്റിയൊരു ചലഞ്ച് റോൾ എടുത്തിട്ട് കഥ എഴുതാനുള്ള ആൾക്കാരുടെ ഇതില്ലേ, ഓദർ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ആക്ടർ എന്നുള്ള അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ. അങ്ങനെ ഒരു കൾട്ടുണ്ടാകും ചാക്കോച്ചനെ വെച്ചിട്ട് ഒരു കഥ ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ചാക്കോച്ചനൊക്കെ വിളിച്ച് പറയണമെന്ന് വിചാരിച്ചു. കഥ ചൂസ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം. കാര്യം ആ കഥകളുണ്ടാക്കണം. ഇപ്പോൾ ചാക്കോച്ചനെ പറ്റിയിട്ട് കോളേജ് ക്യാമ്പസ് എന്ന് പറഞ്ഞ കഥ എടുത്തിട്ട് കാര്യമില്ല. ഏതെങ്കിലും അങ്ങനെയുള്ള ഒരു അഭാവം നമുക്ക് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം എഴുത്തുകൂടെ ഞാൻ ആലോചിക്കാം. അതെ, അഭിനയം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന സമയത്താണ് പാച്ചിയെ പിടിച്ചിട്ട് അഭിനയിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു തുടക്കമാട്ടെ. ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് പാച്ചിക്ക, സിബി മലയിൽ, ലോഹിയേട്ടൻ, ഹരൻ സാറ്, അങ്ങനെയുള്ളൊരു കാറ്റഗറിയിലുള്ള ആൾക്ക് സത്യേട്ടൻ. അതൊക്കെ വളരെ കാഷ്വലായിട്ട് എനിക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ഡയറക്ടേഴ്സാണ്. കാരണം അവർ ഈ പറഞ്ഞ പോലെ ക്യാരക്ടറിനാണ് കുറച്ചും കൂടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കഥയുണ്ട്, അതേപോലെ ക്യാരക്ടറൈസേഷന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഈസിയാവും. സിനിമയിൽ എപ്പോഴും ഒരു നടൻ അല്ലെങ്കിൽ നടി വന്നു കഴിഞ്ഞാൽ അവരെ നന്നാക്കാനുള്ള കുറേ സംവിധായകർ വരും. അവർക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ കൊടുക്കുകയും നല്ല രീതിയിൽ ഓഡിയൻസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തിട്ട് അവരെ നമ്മുടെ പ്രിയങ്കരാക്കി മാറ്റുന്ന ഒരുപാട് സംവിധായകർ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ വേറെ കുറേ സംവിധായകർക്ക് വഴി നിന്നു കൊടുക്കേണ്ടിയും വരും. അതെ അതുകൊണ്ട് ഇവരെ ഒന്നും ചെയ്യാൻ ഇവരെ കൊണ്ട് ഉപയോഗിച്ച് മോശമാക്കി കളയുന്ന രീതിയിലുള്ള കുറച്ച് പേർക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അഭിനയിച്ചിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ടഫായിട്ട് ചെയ്തിട്ടുള്ളത് അനിയത്തിപ്രാവാണ്. അതല്ല ഞാൻ ചോദിക്കുന്നത്, നമ്മൾ നല്ല പെർഫോമൻസ് ചെയ്തൊരു പടം ചിലപ്പം ശ്രദ്ധ ആകർഷിക്കാതെ അങ്ങനെ പോയത് എനിക്ക് അത്ര നല്ല പെർഫോമൻസ് ചെയ്ത പടങ്ങൾ പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യം. ഇപ്പം അനിയത്തിപ്രാവ്, ഹരികൃഷ്ണൻസ്, കസ്തൂരിമാൻ. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ള ഈ നരേന്ദ്രൻ മകൻ ജയാന്തൻ മക അത്
ചാക്കോച്ചൻ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു പെർഫോമൻസ് ആണ് നമുക്ക് ആ അതെ സിനിമയിൽ. അതെ, അത് ആ പടം ഞാൻ കണ്ട് അത് തന്നെ വളരെയധികം ഒരു എന്താ പറയുക സങ്കടപ്പെടുത്തിയ ഒരു സംഭവമാണ് എൻ്റെ ഒരു ചാക്കോച്ചൻ outcome എന്ന് പറയുന്നത്. ഇങ്ങനെ അഭിനയിക്കുമോ എന്ന് തോന്നിയിട്ടുണ്ട് നമുക്ക് ആ സിനിമ കാണുമ്പോൾ. കാരണം സത്യേട്ടൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ അതെ. എന്താ പറയുക നമ്മൾ തോളത്ത് കയറ്റണമെന്ന് തമാശയൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു ഈസി ആയിട്ടുള്ള ഒരു സംഭവം. സത്യം വലിയ ഹാപ്പി ആയിരുന്നു. ആയിരുന്നായിരുന്നു. സത്യത്തിനാണ് പറഞ്ഞിരുന്നത് ഡയലോഗ് പറയരുതെന്ന് പറയുന്നത്. ഏറ്റവും നന്നായിട്ട് ഡയലോഗ് പറയുന്നവരാണ് നല്ല നടന്മാരെന്നൊരു. സത്യത്തിൽ പറയുന്ന ഡയലോഗ് പറയാത്ത നടന്മാരാണ് നല്ലത്. ഒടുവിൽ ഒന്നും ഡയലോഗ് അല്ലല്ലോ പറയുന്നത്, അവർ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതെ അതെ നിങ്ങൾ സംസാരിച്ചാൽ മതി, ഡയലോഗ് പറയണ്ട. ഡയലോഗ് അത് നമുക്ക് ഇന്ന കാര്യം വേണം എന്നുള്ളൂ, അതിങ്ങനെ പറഞ്ഞു തന്നാൽ മതി, സംസാരിക്കും പോലെ പറയണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും സത്യൻ്റെ പടങ്ങളിലെ ഈസിനെസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ചാക്കോച്ചൻ്റെ ശ്രമം കൊണ്ട് തന്നെ ചാക്കോച്ചൻ്റെ ഏറ്റവും നല്ല കഥാപാത്രം നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കാം അല്ലേ? അതും പാച്ചിക്കയുടെ ആശംസയോട് കൂടി തന്നെ. തീർച്ചയായിട്ടും. എൻ്റെ ഒരു അഭിമാനത്തിൻ്റെയും ഒരു ദൈവകൃപയുടെയും പാർട്ടാണ്. കാര്യം എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്ന ബോബച്ചൻ, ഞാനോട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ബോബച്ചൻ ഒരു കാലഘട്ടത്തിൽ നീ വാ എന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നു. അതിൽ നിന്നിട്ട് വിൻസെൻ്റ് മാഷിൻ്റെ അടുത്ത് പുള്ളി ഇവിടെ നിന്ന് കറങ്ങി നടന്നോട്ടെ, ശിഷ്യത്തിന് കറങ്ങി നടന്നോട്ടെ, കണ്ടോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിൻസെൻ്റ് മാഷിൻ്റെ പുറകെ നിൽക്കുന്നു. അന്ന് വിൻസെൻ്റ് മാഷിൻ്റെ മകൻ ജയാനൻ വിൻസെൻ്റിനോട് പറയുന്നു, ആ പൊക്കമുള്ള പയ്യനില്ലേ അവൻ നല്ലൊരു ഡയറക്ടറാകുമെന്ന് എന്ന് പറയുന്നു. ആ ബോബച്ചൻ്റെ മകനെ സിനിമയിൽ കൊണ്ടുവരാൻ വന്ന് സക്സസ് ആക്കാൻ പറ്റി. സക്സസ് ആക്കി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ബോബച്ചന് താങ്ക്സ് പറഞ്ഞപ്പം ബോബച്ചൻ പറഞ്ഞു താങ്ക്സ് ഞങ്ങൾ അങ്ങോട്ടാ പറയേണ്ടതെന്നാണ്. അങ്ങനെ ഒരു ഒന്ന് പൂരിപ്പിച്ച് കിട്ടിയ ഒരു ആ ഡയലോഗാണ് പാച്ചിക്ക് എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. ഇങ്ങോട്ടൊന്നും പറയരുത്, അങ്ങോട്ടാ. അതെ അതെ അതെ.